CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി പുളിയത്തു വീട്ടിൽ ഗോപാലകൃഷ്ണൻ, പൊങ്ങണംകോട് സ്വദേശി കൈപ്പുള്ളി വീട്ടിൽ ജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ ശോചനീയാവസ്ഥയിലാണെന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പഞ്ചായത്തിൽ 30 അംഗൻവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായതെന്ന് പ്രസിഡന്റ്. പുനേർകുളം പഞ്ചായത്തിലെ 11ഓളം സ്ലൂയിസുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2019 അനുമതിയായ പദ്ധതിയാണ് 5ാം വർഷത്തിൽ പൂർത്തിയാകുന്നത്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറുകളും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഞായറാഴ്ച 2:30 പാത്രമംഗലം റോഡിൽ വെച്ചായിരുന്നു അപകടം. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരിശുദ്ധനായ അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയാൽ 1772 സ്ഥാപിതമായ മലബാർ സ്വതന്ത്ര സഭയുടെ സഭാദിനത്തോടനുബന്ധിച്ച് കൊടി ഉയർത്തി. കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ ബാലസുബ്രഹ്മണ്യന് ജന്മനാടായ കോതച്ചിറയിൽ ആദരവ് നൽകി. കോതച്ചിറ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത്. സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് സംഘടനാ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗുഡ് ഷെപ്പേർഡ് ആശ്രമം എക്യൂമെനിക്കൽ ഹാളിൽ നടന്ന ചടങ്ങ് നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പരുവക്കുന്ന് സ്വദേശി പണിക്ക വീട്ടിൽ അൻവറിനായി ആൽത്തറ മഹല്ല് പള്ളിയിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള സ്കൂൾ ക്ലീനിംഗ് ഡേ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം 17ാം വാർഷിക ജനറൽ ബോഡി യോഗം ചാവക്കാട് SHO A പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ അർണോസ് പാദ്രി വസതിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. പോർട്ടിവോ പെരുമ്പിലാവും മലർവാടി ടീം ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ FC പന്തല്ലൂർ ജേതാക്കളായി. സേ നോ ടു ഡ്രഗ്സ് എന്ന തലക്കെട്ടിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ടൈഗേഴ്സ് ചീനിത്തുറയെയാണ് 2 ഗോളുകൾക്ക് FC പന്തല്ലൂർ പരാജയപ്പെടുത്തിയത്. ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ പയ്യൂർക്കാവ് ഗ്രാമത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കുന്നംകുളം റേഞ്ച് ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി വിസ്ഡം സ്റ്റുഡൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഒരുക്കിയ ബ്ലിസ് സമ്മർ ഹട്ട് ക്യാമ്പ് സമാപിച്ചു. പോർക്കളയങ്ങാട് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാരാജ ഗോപാല മന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം തന്ത്രി ശ്രാവണമഠം ചന്ദ്രബോസ് തന്ത്രി, ക്ഷേത്രം മേൽശാന്തി വിബീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അഞ്ഞൂർ പൂങ്ങാട്ടുമനയിൽ കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിച്ചുവരുന്ന സരസ്വതി കലാകേന്ദ്രത്തിൽ നിഖിൽ പാവർട്ടിയുടെ കീഴിൽ ചെണ്ട അഭ്യസിക്കുന്ന 12 കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.